ചന്തക്കുന്നിൽ നിന്നും വന്ന തെമ്മാടികളായ വാനരക്കൂട്ടമാണ് പേരമരത്തിലെ പേരക്ക മുഴുവൻ തല്ലി തകർത്തതെന്ന് കട്ടുറുമ്പ് ഗുരുജിയോട് പറഞ്ഞു. എന്നിട്ട് കട്ടുറുമ്പ് പറഞ്ഞു, ഗുരുജി, ഞങ്ങളെല്ലാം ഇന്നലെ ആഹാരം ശേഖരിക്കാനായി ഗോതമ്പ് പാടത്ത് നിരനിരയായി പോയത് കൊണ്ടാ. ഇല്ല, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. ഇനി അവന്മാർ വരട്ടെ, അവരെ ഞങ്ങൾ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം കട്ടുറുമ്പ് ഗുരുജിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരുജി, ക്ലാസ്സിനെ കുറിച്ചോർത്ത് അങ്ങ് ഭയപ്പെടണ്ട. ഇവിടെ നിന്ന് തെക്ക് മാറി ഒരു ചേലൻ മാവുണ്ട്. ആ മാവ് നിറയെ മാമ്പഴങ്ങളാ. ആ മാമ്പഴത്തിൽ കൊത്തിപ്പഠിപ്പിച്ചോളൂ. അത് പറഞ്ഞ് കട്ടുറുമ്പ് പോയി. ഗുരുജിയും കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു? ആ ചേലമരത്തിലേക്ക് പറന്ന് ചെന്നിരുന്നു. അതിനുശേഷം ഗുരുജി അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങൾ 15 നമ്മൾ പഠിച്ചില്ലേ? അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. എന്നിട്ട് ഗുരുജി മാമ്പഴത്തിൽ ക, ഖ, ഗ, ഘ, ങ ഈ അക്ഷരങ്ങൾ കൊത്തിവെച്ച് എഴുതി വെച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഈ എങ്ങനെയാ ഇത് ഉച്ചരിക്കേണ്ടതെന്ന് അറിയുമോ? ഗുരുജി ചൊല്ലിക്കൊടുത്തു. കാ. കുട്ടികളും അതുപോലെ ചെയ്തു. ഖ, ഗ, ഘ, ങ ഈ അക്ഷരങ്ങളുടെ പ്രത്യേകതയും പറഞ്ഞു. ക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വളരെ സാധാരണ ഉച്ചരിക്കുമ്പോൾ ഉച്ചരിച്ചാൽ മതി. ഖ, നഖം എന്നൊക്കെ പറയുമ്പോൾ അല്പം ബലം കൊടുത്ത് പറയണം. എന്നാൽ ഗംഗ എന്നൊക്കെ പറയുന്ന ഗ എന്ന് ഉച്ചരിക്കുമ്പോൾ മൃദുവായി ഉച്ചരിച്ചാൽ മതി, അല്ലേ? അതുപോലെ ഖ എന്ന് പറയുമ്പോൾ അല്പം കൂടെ ബലം കൊടുത്ത് നമ്മൾ ഉച്ചരിക്കണം, ഘടികാരം എന്നൊക്കെ വിളിക്കുന്നത് പോലെ. എന്നാൽ ങ എന്ന അക്ഷരം, ആ അക്ഷരത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരുജി കുറെ കൂടെ കുട്ടികളെ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ അക്ഷരം മക്കളെ ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കിയേ. കുഞ്ഞുങ്ങളെല്ലാം ങ ങ ങ ഇങ്ങനെ ഉച്ചരിച്ചു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു മൂക്കിൻ്റെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇളക്കമുണ്ട് എന്ന്. കുട്ടികൾ അത് സമ്മതിച്ചു. അപ്പോൾ ഗുരുജി പറഞ്ഞു, അത് തന്നെയാണ് മൂക്കിൻ്റെ സഹായത്തോടെ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനുനാസിക ശബ്ദം, അല്ലെ അനുനാസികം എന്ന് വിളിക്കുന്നത് മൂക്കിൻ്റെ സഹായത്തോടെ എന്നൊക്കെ പറഞ്ഞ് ഗുരുജി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗുരുജി എല്ലാവരും എടുത്ത് നോക്കി, എല്ലാവരും കുഴപ്പമില്ലാതിരിക്കുന്നു വന്നപ്പോൾ ഗുരുജി കുറച്ചും കൂടെ എടുത്തിട്ട് ക്ലാസ് നിർത്താമെന്ന നിലയ്ക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ക എന്നുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓർത്തു വെക്കേണ്ടത് അക്ഷരങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്തായി മാറുന്നത്? അക്ഷരങ്ങളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടിരുന്ന് ഗുരുജി നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് കാണുന്ന പോലെ തന്നെ ചില ക്ഷീണമൊക്കെ ആർക്കും തോന്നി. കുഞ്ഞുങ്ങളുടെ മുഖത്തും ഗുരുജി കണ്ടു. അതുകൊണ്ട് ഗുരുജി തൽക്കാലം ക്ലാസ് ഒന്ന് നിർത്തിവെച്ചതിന് ശേഷം പറഞ്ഞു, നമുക്ക് ഇനി ഒരു ഇടവേള എടുക്കാം. ഇടവേള എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വീണ്ടും ഒന്ന് ഉഷാറായി നിന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചില കഥകളൊക്കെ പറയൂ. കുട്ടികളെല്ലാം കഥകൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ കുഞ്ഞനുണ്ടല്ലോ, കുഞ്ഞൻ മാത്രം താൻ നഗരത്തിൽ പോയ ഒരു അനുഭവം പങ്കിട്ടു. അമ്മയോടൊപ്പം നഗരത്തിൽ ചെന്നിട്ട് ഒരു ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് വറ്റ് കൊത്തി തിന്നുമ്പോൾ അവൻ കണ്ട കാഴ്ച അവൻ ഇങ്ങനെ പറഞ്ഞു, ഗുരുജി, അവരെല്ലാം പക്ഷികളെ കൊന്ന് ചുട്ട് തിന്നും. എന്നിട്ട് അവരിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ഒരു അറിവുള്ളവനെ പോലെ തലയൊക്കെ ഒന്ന് കുലുക്കി കുഞ്ഞൻ പറയുകയാണ്, മന്തി. എന്നിട്ട് കാക്കയുടെ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അതുപോലെയുള്ള ഒരു വെളുത്ത ദ്രാവകത്തിൽ മുക്കി അവരത് തിന്നുന്നത് കാണുമ്പോൾ അറപ്പും പേടിയാവും ഗുരു. അപ്പോൾ ഗുരുജി പറഞ്ഞു, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തിന്നുന്നത് കൊണ്ടാണ് നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഗുരുജി അവരോട് പറഞ്ഞു, നമുക്ക് ഇനി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞു. ഗുരുജി പല കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. കുരു പൊട്ടിക്കൽ, കൂട് നിർമ്മാണം, അങ്ങനെയുള്ള മത്സരമൊക്കെ സംഘടിപ്പിച്ചു. കുഞ്ഞുങ്ങളൊക്കെ വളരെ ആവേശത്തോടെ എന്ത് ചെയ്തു? മത്സരങ്ങളിൽ പങ്കെടുത്തു. അവസാനം നടത്ത മത്സരമാണ് സംഘടിപ്പിച്ചത്. നടത്ത മത്സരത്തിൽ എല്ലാവരും ആദ്യം ഉഷാറായി നിന്നെങ്കിലും പാവം കുഞ്ഞുങ്ങൾ നടക്കാൻ കഴിയാതെ പാതി വഴിയിൽ തന്നെ പലരും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ആകെ ഉണ്ടായിരുന്നത് കുഞ്ഞനും പരുന്തും മാത്രമാണ്. കുഞ്ഞൻ വിജയത്തിലേക്ക് അടുക്കുന്നു തോന്നിയപ്പോൾ പരുന്ത് എന്ത് ചെയ്തു? തൻ്റെ വലിയ ചിറക് വിരിച്ച് കുഞ്ഞനോടൊപ്പം എത്താൻ വേണ്ടി ഓടിയതായിരുന്നു. ആ പരുന്തിൻ്റെ ചിറക് കൊണ്ട് കുഞ്ഞൻ തെറിച്ച് വീണ് ട്രാക്കിന് പുറത്ത് വീണുപോയി. എന്തു ചെയ്യും? പരുന്താണെങ്കിൽ ജയത്തോടെ അടുക്കുകയും ചെയ്തു.
നാട്ടിലെ കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും എല്ലാം നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ. അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ നമ്മൾ ഇങ്ങനെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കുട്ടിക്കഥയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ മലയാള ഭാഷയിലെ സ്വരാക്ഷരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അവ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നമ്മൾ നോക്കി. അവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടിക്കഥയിൽ നമ്മൾ എന്താണ് മക്കളെ നോക്കിയത്? മലയാള ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങളെയാണ് നമ്മൾ നോക്കി തുടങ്ങിയത് അല്ലെ. അപ്പൊ മലയാള ഭാഷയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഇന്നത്തെ കഥയിൽ കുറച്ച് നോക്കി. അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ട വാക്ക് ഏതാണ് മക്കളെ? വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതാണ്? ക. ഏതാണ്? ക. അത് കഴിഞ്ഞാൽ ഖ. അത് കഴിഞ്ഞിട്ടോ ഗ. അത് കഴിഞ്ഞ് ഘ. അവസാനമോ ങ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നോക്കിയാലോ. ആദ്യത്തെ വ്യഞ്ജനാക്ഷരം ഏതായിരുന്നു മക്കളെ? ക. ക കൂട്ടി ഏതൊക്കെ വാക്കുകൾ വരും? കട, കടല. അടുത്തതോ ഖ. ഏതാ വരിക? മുഖം, നഖം. അടുത്തതോ ഗ. ഗ കൂട്ടിയോ? ഗംഗ. അടുത്തത് ഖ. ഘടികാരം. അവസാനം ങ. മൂങ്ങ. അപ്പൊ മക്കളിതാ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളും അവയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നത്തെ ഈ കഥയിൽ പരിചയപ്പെട്ട വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വാക്കുകൾ എഴുതിയിട്ട് ഒരു 4 വാക്കുകളിലും എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് അയച്ചു തരിക. ഓക്കെ, സെലക്ട് ചെയ്ത മക്കൾക്ക് നമ്മുടെ എക്സാമിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ മറക്കണ്ട, മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കാര്യമൊക്കെ ഷെയർ ചെയ്ത് പറയാ. നമുക്ക് ഈ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഈ വ്യഞ്ജനാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ നമുക്ക് അയച്ചു തരിക.